الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا ബഹുമാനിയായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി പഠിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. രണ്ട് ജീവിതം നമുക്കുണ്ട്. എത്ര അശ്രദ്ധമായാലും മറക്കാൻ ശ്രമിച്ചാലും വേണ്ട എന്ന് വിചാരിച്ചാലും രണ്ടാമതൊരിക്കൽ അള്ളാഹു നമ്മളെ പുനർജീവിപ്പിക്കും. ഈ ജീവിതത്തിലെ ഗുണാഗണങ്ങൾ അള്ളാഹു വിചാരണക്ക് വിധേയമാക്കും എന്നു കരുതി ഇഹലോക ജീവിതം അതിലുള്ള സുഖവും സന്തോഷങ്ങളും കളിയും ചെറിയും കുടുംബ ജീവിതവും ഒക്കെ വേണ്ടെന്ന് വെക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. ഇഹലോകവും പരലോകവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ് പടച്ചവൻ നമ്മളോട് കൽപ്പിച്ചത്. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നതും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പടച്ചോനെ ദുനിയാവിലെ ഹസനത്ത് തരണം. ഒന്നാമതായി നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ്. അവിടെ നമുക്ക് ദാരിദ്ര്യം, മുക്തി, പ്രയാസങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അതുപോലെ ഇല്ലായ്മകളിൽ നിന്നൊക്കെ മുക്തി വരണം. അതാണ് ഹസനത്ത്, എല്ലാ അർത്ഥത്തിലുമുള്ള നന്മ.
രണ്ടാമതിന് ചെല്ലാനുള്ളത് വഫിൽ ആഖിറത്തി ഹസനത്തൻ, ആഖിറത്തിലും ഹസനത്ത് വേണം. ഇത് രണ്ടിന്റെയും ഇടയിൽ കൂട്ടിയിണക്കിക്കൊണ്ട് ആഖിറത്തിലെ ഹസനത്തിന് തടസ്സമായി ദുനിയാവിലെ സുഖസന്തോഷങ്ങളാവരുതെന്നും, എന്നാൽ ആഖിറത്തില് ഹസനത്തുണ്ട്, അത് വേണം എന്ന് കരുതി ദുനിയാവ് ഇഹലോക ജീവിതം നമ്മൾ ആസ്വദിക്കേണ്ടതില്ല. ഇത് അങ്ങനെയല്ല. രണ്ടിനും കൂടി കൂട്ടി ഘടിപ്പിച്ചുകൊണ്ടാണ് ആഖിറവും കിട്ടണം, ദുനിയാവും കിട്ടണം. അതാണ് നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എന്താണ് അത്? രണ്ടിന്റെയും എന്ന് സൂറത്തുർ റഹ്മാനിലെ നമ്മൾ ഓതാറുണ്ടല്ലോ. അല്ലാഹു തആല ഈ ആകാശം ഉയർത്തി, ഭൂമി നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു, അതില് പഴങ്ങളും മരങ്ങളും കൃഷികളും ആടുമാടുകളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾക്കൊക്കെ ആടും മാടും പഴവും മരവും ചെടിയും പൂന്തോട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഒക്കെ അല്ലാഹു തആല അതിലുള്ള സുഗന്ധങ്ങളും വിത്തുകളും ധാന്യങ്ങളും പഠിച്ചവരും നമുക്ക് വേണ്ടി. എന്നാലോ ഇതൊക്കെ അവിടെ സംവിധാനിച്ച് അതിൽ ജീവിക്കാൻ വേണ്ടി അല്ലാഹു തആല സൗകര്യപ്പെടുത്തിയപ്പോ മുകളിൽ അല്ലാഹു ആകാശത്തെയും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനൊരു മീസാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് എന്നർത്ഥം പറയും. സന്തുലിതാവസ്ഥ എന്നാണ് ഇവിടുത്തെ അർത്ഥം. ആകാശവും ഭൂമിയും ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് ദുനിയാവിനെയും ആഖിറത്തിനെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സന്തുലനമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചത്. ആ സന്തുലനമാണ് നമ്മളുടെ ഈ ദുനിയാവിൽ ഓരോന്നും അതിൻ്റെതായ ആ സന്തുലനാവസ്ഥ ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മഴയും കാറ്റും അതുപോലെ ഭൂമിയുടെ നിലനിൽപ്പുകളും കാലാവസ്ഥകളും നമ്മുടെ ധാന്യങ്ങളും വിത്തുകളും പഴങ്ങളും ഒക്കെ അതിനൊക്കെ ഒരു സന്തുലനാവസ്ഥ ഉണ്ട്. അത് മനുഷ്യനുമായി തുലനപ്പെടുത്തി ഓരോ രാജ്യത്തും ഓരോ ഭൂഖണ്ഡത്തിലും ജീവിക്കുന്ന ആളുകൾക്ക് അത് രണ്ടും സമപ്പെടുത്തുന്ന സമമായി ജീവിക്കാൻ പറ്റുന്നത് ഒരു മീസാൻ അല്ലാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ മീസാൻ തകർന്നാൽ നമുക്ക് രോഗങ്ങൾ വരും, നാട്ടിൽ പ്രയാസങ്ങൾ വരും, അതുപോലെ ഭൂകമ്പങ്ങൾ വരും, അതുപോലെ വെള്ളപ്പൊക്കങ്ങൾ വരും. ആ സന്തുലനാവസ്ഥ എപ്പോഴെങ്കിലും അല്ലാഹു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ നമുക്ക് ജീവിതം ദുരിതമാകും. ഇത് ഭൗതിക ജീവിതം. പരലോക ജീവിതവും ആത്മീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു സന്തുലനാവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനുഷ്യൻ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്താൽ അപ്പൊ അതിന്റെ ആ തൂക്കം, തെറ്റിന്റെ തൂക്കം, അതിന്റെ തട്ട് താഴുമ്പോഴേക്ക് വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ദലമു അൻഫുസഹും ദക്കറുല്ലാഹ്, തെറ്റിന്റെ തിന്മയുടെ തട്ടങ്ങനെ ചെയ്ത് അതിന് തൂക്കം കൂടുമ്പോഴേക്ക് ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കും, അവർ പശ്ചാത്തപിക്കും. അപ്പൊ ആ തട്ട് ഇന്നുകൊണ്ട് നന്മയുടെ തട്ട് തൂങ്ങും, രണ്ടും തുലനമാവും. നന്മയുടെ തട്ടിലേക്ക് കൂടുതൽ തൂക്കം വരും. അപ്പൊ നമ്മൾ രക്ഷപ്പെടും. അതാ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പൊ ഈ ഒരു സന്തുലനാവസ്ഥ അത് നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കണം. എന്തൊക്കെ പറയണം, ആരോടൊക്കെ എന്തൊക്കെ പറയണം, എപ്പോ പറയണം, ഇതിനൊക്കെ ഒരു അവസ്ഥയുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ സന്തുലനാവസ്ഥയുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുള്ള ബന്ധങ്ങളിൽ എപ്പോഴും ഭാര്യ നമ്മളെ സന്തോഷിപ്പിക്കണമെന്നില്ല, എപ്പോഴും ഭർത്താവിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഒക്കെ ഇടയിൽ ഒരു സന്തുലനാവസ്ഥ. അതിനാണ് ഇസ്ലാം അള്ളാഹുവിന്റെ പേരിട്ടത് അദിൽ. അള്ളാഹു അദിൽ എന്ന അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടാണ് ഒരു നീതി എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു സന്തുലനാവസ്ഥ അത് നമ്മുടെ വിശ്വാസത്തിൽ വേണം. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നത്, യാ ബുനയ്യ ഇദ ഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മകനെ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ഉണ്ടാവരുത് നിന്റെ ജീവിതത്തിൽ.
കാരണം പഠിച്ചവനാണ് ഇതിന്റെ സൃഷ്ടാവ് എന്ന് അംഗീകരിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചും ചോദിച്ചും അവന്റെ കൽപ്പന കീഴ്പ്പെട്ടുകൊണ്ട് ദുനിയാവിൽ നീ ജീവിക്കണം. അല്ലെങ്കിൽ അത് ശിർക്കായി പോകും. അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ എന്നെ രക്ഷിക്കും, എന്നെ എന്റെ കുടുംബം രക്ഷിക്കും, എന്റെ പണം രക്ഷിക്കും, എന്റെ പാർട്ടി രക്ഷിക്കും, എന്റെ നാട്ടുകാരെ രക്ഷിക്കും, അതൊന്നും വിചാരിക്കരുത്. പഠിച്ചോൻ രക്ഷിച്ചാലേ ഉണ്ടാവൂ. ലാ തുശ്രിക്കുമില്ല, അള്ളാഹുവിൽ നീ പങ്കു ചേർക്കരുത്. അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും നിന്നെ സഹായിക്കുമെന്നോ നിനക്ക് പ്രതീക്ഷിക്കാമെന്നോ നീ വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അത് ദുൽമാണ്, അനീതിയാണ്. നീതിയുടെ പക്ഷം അള്ളാഹു അവനാണ് പരമാധികാരി. അവന്റെ അടുക്കൽ നിന്ന് രക്ഷ കിട്ടുള്ളൂ, അവനോട് ഉപദേശിക്കുന്നതാണ്. അപ്പൊ സന്തുലനാവസ്ഥ വിട്ടുകഴിഞ്ഞാൽ ദുൽമുണ്ടാവും. ആളുകളോട് നമ്മൾ സംസാരിക്കുന്നിടത്ത് അതിന്റെ ഒരു നീതി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ദേഷ്യം പിടിക്കും, കലഹം ഉണ്ടാകും. നീതി ഏത് കാര്യത്തിലും, ഭരണത്തിൽ അതിന്റെ നീതി നിലനിർത്തിയാൽ ആര് ഭരിക്കുകയാണെങ്കിലും നന്മ കിട്ടും. നീതി നിലനിർത്തുകയാണെങ്കിൽ ഭരിക്കുന്നവൻ ആരാണെങ്കിലും പ്രശ്നമല്ല, നിറം എന്താണെങ്കിലും പ്രശ്നമല്ല, നീതി നിലനിൽക്കണം. പക്ഷെ നീതി നിലനിൽക്കാത്തത് കൊണ്ടാണ് അള്ളാഹു നാട്ടിൽ കുഴപ്പത്തിന്റെയും നാശത്തിന്റെയും കാരണം. ഇസ്ലാം അതുകൊണ്ട് തന്നെ നീതിക്ക് വളരെയധികം പ്രാധാന്യം, മനുഷ്യ ജീവിതത്തിൽ നീതി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിങ്ങളെ ഷഹാദത്ത് കലിമയോട് നീതി പുലർത്തണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തആല ഏകനായ ഇലാഹാണ്. മുഹമ്മദ് നബി അള്ളാഹു അയച്ച റസൂലാണ് നമ്മളെ നന്നാക്കാൻ വേണ്ടി. ആ വാക്കിനോട് നീതി പുലർത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടാനും അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കാനും. മുഹമ്മദ് നബി പറഞ്ഞ കാര്യം എങ്ങനെയാണല്ലോ അത് ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മളെ ഷഹാദത്ത് കലിമയോട് നമ്മൾ നീതി പുലർത്തണം. അല്ലെങ്കിൽ വിദ്യാർത്ഥി വരും. മുഹമ്മദ് നബിയും റസൂലും പറഞ്ഞതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ നാട്ടിലുള്ള ആചാരങ്ങൾ മതി, മറ്റോല് പറഞ്ഞത് മതി, മറ്റേ ഭോജന്റെ പിന്നാലെ നടന്നാൽ മതി, മറ്റത് ചെല്ലിയാൽ മതി, ഇത് ചെയ്താൽ മതി, റസൂലും പറയണമെന്നില്ല എന്ന് പറയുന്നിടത്താണ് അനാചാരങ്ങൾ വരുന്നത്. സമൂഹത്തിൽ വിദഅത്തുകൾ, എത്രയെത്ര അപകടകരമായ വിദഅത്താണ് മനുഷ്യന്റെ ഇടയിൽ ഉണ്ടാകുന്നത്. അള്ളാഹു റസൂലും പറഞ്ഞതിന്റെ നേരെ വിരുദ്ധമായി ജനങ്ങൾക്കിടയിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും ഉണ്ടാക്കി ചേർക്കല്ലേ. അതാണല്ലോ പ്രശ്നം. ഇപ്പൊ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാം, പുരുഷന്മാരെ കൂടെ പോലെ. അത് ഹറാം നിർബന്ധമുള്ള വാജിബൊന്നുമില്ല. ജുമാക്കും ജമാഅത്തിനും പങ്കെടുക്കണമെന്ന് പെണ്ണുങ്ങൾക്ക് വാജിബല്ല. കാരണം അതിൻ്റെതായ അവരുടെ പ്രകൃതപരമായ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അതൊരു അപകടമായി വരുന്നു. അവിടെയാണ് ദുൽമ, അക്രമം വരുന്നത്. അതിന്റെ പേരിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്കൊക്കെ അറിയാലോ. നമ്മളെല്ലാവരും ഇവിടെ ജുമാസ്കരിക്കുമ്പോൾ ഇത് കേട്ട് മനസ്സിലാക്കി, ഈ പുരോഹിതന്മാരുടെ വാക്ക് മനസ്സിലാക്കിയ കുട്ടികൾ ഇവിടെ കാത്തിക്കണം. ഇവരാണ് ജുമാ കഴിഞ്ഞ് പോയാൽ ഞങ്ങൾക്ക് മൂത്രമൊഴിച്ചു പോകാം, കഴിക്കാം. ഇവിടെ നിസ്കരിക്കുമ്പോൾ പോലും ഈ ബഹളം ഉണ്ടാകുന്ന പെൺകുട്ടികൾ എന്താ, ആൺകുട്ടികൾ നിൽക്കണില്ലല്ലോ. അതെന്താ കാരണം? അത് പള്ളിയിൽ അങ്ങനെ നിസ്കരിക്കുക, ജുമാ ഒന്നും കൂടണ്ട, ഓക്കെ പുറത്ത് മതി, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കിയാലും വേണ്ടിയില്ല എന്ന ചിന്ത ചെറുപ്പകാലത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു പൗരോഹിത്യം. അവിടെ ദുൽമ വരുന്നു, നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, കലഹം ഉണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ രംഗത്തും വിദഅത്തുകൾ സമൂഹത്തിൽ അപകടമുണ്ടാക്കുന്നത് ഇതാണ്. അതായത് ആ നീതി, ഷഹാദത്ത് കലിമയോട്, ദീനിനോട്, ഖുർആനിനോട്, ഹദീസിനോട് നീതി പുലർത്താതിരിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞ എന്താ? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹ്. വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, ഖവ്വാമീന ബിൽ ഖിസ്തി, നീതിയോടുകൂടി നിലകൊള്ളുക, ശുഹദാ ബില്ലാഹ്, അല്ലാഹുവിന്റെ സാക്ഷികളായിക്കൊണ്ട്. അള്ളാഹുവിന്റെ സാക്ഷികളാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും പറഞ്ഞതിന് അനുസരിച്ച് ജീവിക്കുക, അതാ അതിന്റെ സാക്ഷികൾ. എന്നിട്ട് നീതി പുലർത്തുക, ദീനിന് നീതി പുലർത്തുക, വാക്കുകളിൽ നീതി പുലർത്തുക, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, മക്കൾ തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, നാട്ടുകാർ തമ്മിലുള്ള ബന്ധം, എല്ലാത്തിലും ഒരു നീതി നിലനിർത്താനാണ്. വലൗ അലാ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് പോലും നിങ്ങൾ നീതി പുലർത്തണം. എന്നാൽ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ നീതി പുലർത്തുക. നമ്മുടെ ശരീരത്തിന് രോഗമുണ്ടാകുന്ന,
നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന, നാട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണം. അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, അടുത്ത ബന്ധുക്കളോടുള്ള ബന്ധത്തിലൊക്കെ നീതി പുലർത്തണം. ഈയകുൻ വലിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു. ആ ധനികന്മാരാവട്ടെ ദരിദ്രന്മാരാവട്ടെ എല്ലാവരോടും നിങ്ങൾ നീതി പുലർത്തണം. നിങ്ങൾ ഹവ പിൻപറ്റരുത്, തോന്നിയതുപോലെ ജീവിക്കരുത്. അൻ തഅദിലു, നിങ്ങൾ നീതി പുലർത്താതെ അവയെ പിൻപറ്റി ജീവിക്കരുത്. വഇൻ തൽവു ഔ തുഅരിദു, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, അവഗണിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കാലത്ത് ഒരു സ്ത്രീ മോഷ്ടിച്ചു. മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഖുറൈശികളുടെ കൂട്ടത്തില് വലിയ തറവാട്ടുകാരിയാണ് മഖ്സൂമി തറവാട്ടുകാരാണ് മഖ്സൂം. ഇവിടെ ഒരു പെണ്ണ് മോഷ്ടിച്ചപ്പോ എല്ലാവർക്കും തോന്നി, സഹാബികൾക്ക് തന്നെ തോന്നി, ഇനി ആ ഗോത്രത്തിൽപ്പെട്ട ഒരു വലിയ ആൾ മോഷ്ടിച്ചു കഴിഞ്ഞാല് അതിപ്പോ നമ്മള് ഒന്ന് പറയണ്ട, അത് നബിയോട് നമ്മളത് കൈ മുറിക്കണ്ട. കൈ മുറിച്ചാൽ കാലാകാലം ആ മുറിഞ്ഞ കൈയേറ്റ് നടക്കണ്ടേ, മോഷണ കുറ്റത്തിന് ശിക്ഷ ഏറ്റു വാങ്ങിയതിന് പേരില്ലേ. അപ്പൊ മുറിക്കാതിരിക്കാൻ എന്താ നബിയോട് ആരാ പറയാം. അവസാനം അവർ തീരുമാനിച്ചു, ഹൈബു റസൂലില്ല, റസൂലിന്റെ അള്ളാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ഇബ്നു സെയ്ദ്. ഉസാമനോടൊന്ന് പറയാം, നബിയോടൊന്ന് പറഞ്ഞോട്ടെ. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു, നിങ്ങൾ ഏതായാലും അവർ അബദ്ധം പറ്റിപ്പോയതാണ് നബി, കൈ മുറിക്കാത്ത വല്ല ശിക്ഷയും കൊടുക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് ചുവന്നു, മുഖം ആകെക്കൂടി വിവർണമായി, നബിയുടെ ശബ്ദം പൊങ്ങി, ചുണ്ടുകൾ വിറച്ചു, കൈകൾ പൊന്തിച്ചു. എന്നിട്ട് ഉസാമനോട് പറഞ്ഞു, യാ ഉസാമ അത്ശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാന്റെ ശിക്ഷ നടപ്പാക്കുന്നതിന് ശിപാർശ ചെയ്യാമെന്നതാണോ നീ? അങ്ങനെയൊന്നും എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹിന്റെ കൽപ്പനക്കെതിരിൽ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ നിന്നെ. നീ ആ ശിപാർശ ചെയ്യാൻ കൊണ്ട് വരും വേണ്ട. ഇന്നമാ അഹ്ലക്കല്ലദീന മിൻ ഖബ്ലിക്കും ഇദാ സറഖ ഫീഹിം അൽ ഗനിയ്യു തറകൂഹു വഇദാ സറഖ ഫീഹിം അൽ വളിയു അഖാമു അലൈഹി ലദ്ദ. പണ്ടുള്ള ആളുകളും ഇങ്ങനെ തന്നെ ചെയ്തത്. വലിയ ആളുകളൊന്നും ചെയ്യുമ്പോ അവരെ ഉപേക്ഷിക്കും, ഒഴിവാക്കി വിടും. പാവങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോ അവർക്ക് ശിക്ഷ കൊടുക്കും. എന്നിട്ട് നബി പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും കൈ മുറിച്ചിട്ടേ ഞാൻ അവസാനിപ്പിക്കുകയുള്ളൂ ആ ശിക്ഷ. എന്താണ് നീതി? നമ്മളിപ്പോ നീതിയുടെ കാര്യത്തിൽ ഇന്ന് ആ നീതിയുടെ അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണല്ലോ രാഷ്ട്രീയ രംഗത്താവട്ടെ സാമൂഹ്യ രംഗത്താവട്ടെ ഒരുപാട് തരത്തിൽ അങ്ങോട്ടും പക്ഷപാതിത്വങ്ങളും തർക്കങ്ങളും കലഹങ്ങളും മതത്തിന്റെ ഉള്ളിൽ വരെ നീതി നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അലി ഇബ്നു അബീ ത്വാലിബ് നാലാമത്തെ ഖലീഫ കൂഫയിലായിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം. മദീനയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റി. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. ഇസ്ലാം വികസിച്ചപ്പോ അങ്ങോട്ട് കൂടി ഒരു മധ്യത്തിലാക്കി, കൂഫയിലാക്കി. കൂഫയിലെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളുടെ ബഹളത്തിനിടയിൽ മതപരമായ കാര്യങ്ങൾക്ക് വിധി പറയാൻ ശുറൈഹുൽ ഖാദി റഹിമഹുല്ലാ അദ്ദേഹത്തെയാണ് അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത്. കാരണം ഖലീഫക്ക് ഒരുപാട് ഭരണപരമായ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അങ്കി, ഖലീഫന്റെ ഭരണാധികാരിയുടെ പടയങ്കി നഷ്ടപ്പെട്ടു. എല്ലാവർക്കും പ്രസിദ്ധമായ, എല്ലാവരും അസൂയയോടെ നോക്കുന്ന ഒരു പടയങ്കിയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബിന്റെ പടയങ്കി. അത് കാണാനില്ലാതായി. അലി റളിയല്ലാഹു അൻഹു തെരഞ്ഞു, അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കൂഫയിലെ മാർക്കറ്റിൽ ഒരു ജൂതൻ വന്ന് ആ പടയങ്കി വിൽപ്പന നടത്തുന്നതായിട്ട് മാർക്കറ്റുകാരറിഞ്ഞു. അത് പിടിച്ചു. ഇത് ഖലീഫന്റെ പടയങ്കിയാണ്, ഇതവിടെ എനിക്ക് കിട്ടി. ഇതേപോലെ എന്റേതാണ്, എന്റേതല്ലാതെ ഞാനിങ്ങനെ വിൽക്കുക. അതിന് തർക്കമായി. അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ പറഞ്ഞു, അത് എന്റെ പടയങ്കി തന്നെയാണ്. മകൻ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഉപ്പാന്റെ പടയങ്കി തന്നെയാണ്, ഒരു അംശമില്ല, എത്രയോ കാലങ്ങളായി എന്റെ പിതാവ് ഉപയോഗിക്കുന്ന ഖലീഫയുടെ പടയങ്കിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഭരണാധികാരിയാണ്. നീതി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ട ആള് ശുറൈഹുൽ ഖാദിയാണ്.
സുഹൈലിന്റെ അടുക്കൽ, ഖാദിയുടെ അടുക്കൽ പോയി പറഞ്ഞു, എന്റെ പടയങ്കി ഇവൻ അങ്ങാടിയിൽ പോയി വിൽക്കുന്നുണ്ട്, എന്റേതാണത്. സുഹൈൽ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബിനെയും ജൂതനെയും കോർട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് അലി താങ്കളുടെ തെളിവ്? അലി അവിടെ ഖലീഫല്ല, ഖലീഫിന്റെ കീഴുദ്യോഗസ്ഥനാ ചോദിക്കുന്നു, നിങ്ങളുടെ തെളിവ് എന്താ? എന്റെ മകൻ പറഞ്ഞു. ജൂതൻ പറഞ്ഞു, ജൂതനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ തെളിവ്? എന്റെ കയ്യിലുള്ളതാണ്, അതുകൊണ്ടല്ലേ ഞാൻ വിൽക്കുന്നത്, ഇനി ഇതിലേറെ തെളിവ് എന്താ? വേറെ തെളിവൊന്നും നിങ്ങൾക്ക് നിങ്ങളുടേതാണെന്ന് പറയാൻ മകനല്ലാത്ത മറ്റെന്തെങ്കിലും തെളിവുണ്ടോ? ഒന്ന് ധൈര്യമായി പറയാനില്ല, തെളിവില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് ഖാദി പറഞ്ഞു, നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചാൽ അതിന് തെളിവ് കൊണ്ടുവരേണ്ടത് നിങ്ങളെയാണ്, നിങ്ങളെ മകനെയല്ല. മകന്റെ തെളിവ് സ്വീകരിക്കൂല. ജൂതന് ആ പടയങ്കി ജൂതന്റേതായിട്ട് ശുഹൈബുൽ ഖാദി വിധിച്ചു. ചരിത്രം ഇതാണ് നീതി. ഈ നീതി കണ്ടപ്പോ ജൂതനായ മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി. ഇത്രയധികം നീതിയുള്ള ഒരു ഭരണത്തിന്റെ എതിരായി ഞാൻ ജീവിക്കാൻ പാടില്ല, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു പറഞ്ഞ മുസ്ലിമായി ജീവിച്ചു. ആ പടയങ്കി തിരിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മുടെ നീതി. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വേറെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആര് ഭരണത്തിൽ വരുന്നു എന്നതല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. നീതി നമ്മൾ സമൂഹത്തിന് നൽകണം, മനുഷ്യന്മാർക്ക് നീതി നൽകണം. ആരായിരുന്നാലും നീതി കൊടുക്കണം. അമാനത്തുകൾ എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളാണ്, ഓരോ ഭരണപരമായ ഉത്തരവാദിത്തം. നമ്മളൊക്കെ അധ്യാപകരുണ്ട്, തൊഴിലാളികളുണ്ട്, തൊഴിലാളികളെ നിയന്ത്രിക്കുന്നവരുണ്ട്, എല്ലാവർക്കും അമാനത്തുണ്ട്. വീട്ടിലെ ഭാര്യ പോലും അമാനത്തുള്ളവളാണ്. ആ അമാനത്ത് വീട്ടണം എന്നാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നീതിയില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ വന്നതുകൊണ്ടാണ് മൊത്തം കലഹത്തിന്റെയും കുഴപ്പത്തിന്റെയും സാമൂഹ്യ തകർച്ചയുടെയും കാരണം എന്നതിനാൽ വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ നീതി തിരിച്ചു കൊണ്ടുവരുവാൻ ഏത് രംഗത്താണെങ്കിലും പ്രവർത്തിക്കുക. അള്ളാഹു അതേ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ഓരോ രംഗത്തും സാമ്പത്തികമായ നീതി നമ്മൾ പുലർത്തണം. അഥവാ നമ്മുടെ സമ്പത്തിന്റെ വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്താലേ സമ്പത്തിന്റെ നീതിയാവുകയുള്ളൂ. കുടുംബത്തിന്റെ ഉള്ളിൽ നമ്മൾ നീതി പുലർത്തണം. മക്കളോട്, അല്ലെങ്കിൽ മാതാപിതാക്കളോട്, ഭാര്യയോടും കുടുംബങ്ങളോടും സമൂഹത്തിനോടും നീതിയാണ്. കാരണം നിങ്ങൾ സൂക്ഷിക്കുക, നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ നീതിന്റെ അപ്പുറത്ത് എന്താ? അനീതി. അതാണ് അക്രമം. അക്രമം ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഖിയാമത്ത് നാളിൽ ഇരുട്ട് മാത്രമേ നിങ്ങൾക്ക് ബാക്കിയാവുകയുള്ളൂ. ഒരിക്കലും ഖിയാമത്ത് നാളിൽ വെളിച്ചം കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. ഇതൊരു ഹദീസാണ്. ആക്രമിക്കുന്ന ഒരു സമൂഹത്തെ അല്ലാഹു തആല എപ്പോഴെങ്കിലും പിടികൂടും എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കൈകളാൽ, നമ്മുടെ വാക്കുകളാൽ, നമ്മുടെ പ്രവർത്തനങ്ങളാൽ, നമ്മുടെ ഭരണത്തിന്റെ കീഴിൽ, നമ്മുടെ കീഴിലുള്ള ജനങ്ങൾക്ക്, നാം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർക്ക്, നമ്മളെക്കാളും മുതിർന്ന ആളുകൾക്ക് നമ്മിൽ നിന്ന് അനീതിയുടെ ഒരു വാക്ക് പോലും, ഒരു ചെറിയ വാക്ക് കൊണ്ട് പോലും അനീതി ഉണ്ടാവാതിരിക്കണമെന്നാണ്. പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ എത്രയോ കാണാം ആ അനീതിയുടെ വാക്ക്. അറിയാതെ പ്രവാചകന്റെ ഒരു വാള് മറ്റൊരാളുടെ, ഒരു സഹാബിയുടെ
വയറിൽ കോറി വേദനയായപ്പോ അദ്ദേഹം വേദനിച്ചത് കണ്ടപ്പോ നബി വാളെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്റെ വയറിൽ നീ കോറിക്കോ, അതുപോലെ എനിക്കും വേദനയാവട്ടെ. അത്രമാത്രം നീതിക്ക് ശ്രദ്ധിച്ച പ്രവാചകന്റെ അനുയായികളായ നമ്മൾ. എന്തുകൊണ്ടെന്നാൽ ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹു വബൈനഹാ ഹിജാബ്. നമ്മുടെ അക്രമത്താൽ, നമ്മുടെ അനീതിയാൽ മറ്റൊരാൾ വേദനിക്കേണ്ടി വന്നാൽ ആ മദ്ലൂമിന്റെ, മർജിതന്റെ, നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതിനിടയിൽ ഒരു ഹിജാബ് ഉണ്ടായിരിക്കുകയില്ല, മറയില്ലാതെ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ചും എല്ലാ രംഗത്തും, പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമായി മാറുക. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ദീനിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ഖുർആനിനോടും സുന്നത്തിനോടും ഒക്കെ നീതി പുലർത്തുന്ന പോലെ തന്നെ മനുഷ്യരോടും നീതി പുലർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പള്ളി, നമ്മുടെ പള്ളിയുടെ ചെലവിലേക്ക് നിങ്ങളുടെ കഴിയുന്ന സംഭാവന നിങ്ങൾ ബക്കറ്റിലോ പെട്ടിയിലോ ഇടണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് ശിഫയും സമാധാനവും നൽകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين.